അങ്ങനെ 1.5 വർഷത്തിന് ശേഷം 32A32B ഹിൽസ് റോഡ് അഡ്രസ് മാറുകയാണ് കേസ് കേംബ്രിഡ്ജിലെൻ്റെ. അപ്പോൾ നമുക്കിനി പുതിയ വീട് കാണാം. അപ്പോൾ എല്ലാവരും ഐശ്വര്യമായി വീട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേസ്. ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട്. പണ്ടത്തെ വീടിൻ്റെ പോലെ നമുക്ക് ടിക്കറ്റ് ഒന്നും കിട്ടില്ല. ഇതാണ് നമ്മുടെ വിശാലമായ പ്രൈവറ്റ് പാർട്ടി ഒക്കെ ഉണ്ട്. പ്രൈവറ്റ് പാർട്ടി പൊട്ടിക്കാൻ നമ്മളെ ഈ എന്താ പറയുക ഗരാജ് ഒന്ന് മിനിക്കെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു മിനി പാർട്ടി കൂടെ പൊട്ടിക്കാൻ കഴിയും. നെയ്ബേഴ്സ് പിടിച്ച് പുറത്താക്കും. 4 കുഴപ്പമില്ല, നമുക്ക് ആ കാട്ടിലോട്ട് പോകാം. ഈ കാടൊക്കെ നമുക്ക് അടിച്ചു തെളിച്ചിടണം കേട്ടോ. അപ്പുറമാണ് വിദ്യേനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡനിങ് സ്റ്റെപ്പൊക്കെ നമ്മൾ ഇവിടെയാണ് ഗൈസ് സൂക്ഷിച്ച് വെക്കുക. നീ ഗാർഡൻ ചെയ്യോ? പിന്നെ ഞാൻ ഗാർഡനിങ്ങിന് വേണ്ടി സമയം ഇനി പ്രണവിന്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് ഫിഷ് ടാങ്കിലിടാൻ. ശ്രീരാഗ് വിശന്ന് കഴിഞ്ഞാൽ അതിനെ വറുത്ത് തിന്നുമെന്നാണ് എൻ്റെ പേര്. നമ്മുടെ മീൻകുളം. ഈ മീൻകുളം നമുക്കൊന്ന് പൊടി തട്ടി ഒന്ന് മിനുക്കിയെടുക്കാണ്ട്. അത് വീട്ടിലത്തെ ബാക്കിയുള്ള എല്ലാവരും ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. യെസ്, നമുക്ക് ബോൾ കളിക്കാം. നമുക്ക് റൂം കാണിച്ചു തരാം. ടോയ്ലറ്റ് കാണിച്ചു തരാം ഗൈസ്. നമുക്കിവിടെ കിടന്നു കുളിക്കാം, ഇരുന്ന് തൂറാം, എല്ലാവിധ പരിപാടികളും നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഇത് നമ്മളുടെ സിംഗിൾ റൂമാണ്. ഇതിനൊരു ഹിന്ദിക്കാരൻ പയ്യനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ശ്രീരാഗിന്റെ റൂമാണ്. ഇത് കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, നമ്മൾ ഇന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കിടക്കുന്നത്. അടുത്ത റൂമാണ് ഗൈസ്, എന്റെ റൂം. ഇത് നമ്മൾ ഇന്ന് ഷിഫ്റ്റ് ചെയ്തോണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. ഇതൊക്കെ നമ്മള് നല്ല അടിപൊളിയാക്കി എടുക്കുന്നതാണ് എന്റെ വിശ്വാസം. എന്റെ പാർട്ട്ണറായ അനുരാജ് എല്ലാം ചെയ്യുന്നത്. ഈ റൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർട്ടൻ ഇങ്ങനെ തുറന്ന് ഈ ജനൽ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അതാ കിടക്കുന്ന അവിടെ. അത് കിടക്കുന്ന നമ്മുടെ ചാക്കോർ വണ്ടിയാണ് ഗൈസ്. ചാക്കോ ഹായ്. അതാണ് നമ്മുടെ പടക്കുതിര ഫിയസ്റ്റ മോഡൽ. ഇനി നമുക്ക് അടുത്ത റൂമിലോട്ട് പോകാം. അടുത്ത റൂമിന്റെ പ്രത്യേകതയാണ് ഗൈസ്, നമ്മുടെ ഗൃഹനാഥനും ഗൃഹനാഥിയും റൂം ഷെയർ ചെയ്യുന്ന റൂമാണിത്. ഈ റൂമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിത് തുറന്നു നോക്കിയാൽ നമ്മളുടെ പ്രണവിന് അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചീനെ വായ നോക്കാം. ഇങ്ങോട്ട് നോക്കിയാൽ അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചീനെ വായ നോക്കാം. പ്രണവ് എല്ലാം കൊണ്ടും ഒരു അടിപൊളി റൂമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മളെ ഹോളിലോട്ട് പോകാം. ഇത് പ്ലെയിനായി കിടക്കുകയാണ്. ഇവിടെ എന്താണ് ചെയ്യണമെന്ന് ഒരു തീരുമാനമായിട്ടില്ല. നമ്മളെ സ്വന്തം വരുൺ ഇപ്പൊ അവന് കുറച്ച് മലയാളം അറിയാം. ഒരു മാസം കൂടി കഴിഞ്ഞാൽ അവൻ ഫുള്ള് മലയാളം ഞങ്ങൾ പഠിപ്പിച്ചു. നമ്മൾ കാണുന്നത് നമ്മളുടെ 70 ഇഞ്ചിന്റെ TV. ഈ ടിവിക്ക് ഒരു കഥ ഉണ്ട് കേട്ടോ. ഇന്നലെ ഞങ്ങളത് വാങ്ങാൻ പോയപ്പോ കാര്യം കൊണ്ടുവരില്ല. ഈ TV തരുന്ന ആളെ വന്ന് മക്കളുടെ വീട് എവിടെ അവിടേക്ക് കൊടുത്തരാന്ന് പറഞ്ഞിട്ട് വെച്ചൊരു TV. ഇനി നമുക്ക് ഇത് നമുക്ക് രാത്രി പിള്ളേർക്ക് ചിൽ ഔട്ട് ചെയ്യാനുള്ള സ്ഥലമാണ്. ഇത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മളെ കിച്ചണും ഡൈനിങ് ഹാളും. കിച്ചൺ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോഴല്ല, ഞാൻ പറഞ്ഞ പോലെ പിന്നെയും പറയുന്നില്ല. പിന്നെയും പറയാം, ഇന്ന് ഷിഫ്റ്റ് ചെയ്തോണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. വൃത്തിയാവുന്ന വിചാരിക്കുന്നു ഗൈസ്. ഇതാണ് നമ്മളുടെ ഒരു ആന്റിക്, ഒരു എന്താ പറയാ, നല്ല ഭംഗിയുള്ള ഒരു ഡൈനിങ് ഹാൾ. ഇവിടെ നമുക്കൊരു ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ അവിടെ നമുക്കൊരു ഫ്രിഡ്ജ് ഉണ്ട് ഇല്ലേ, നമുക്ക് ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ ഇതിങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് പാത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ കയറ്റി വയ്ക്കാം. നമുക്കൊരു ടോസ്റ്റർ വരുന്നുണ്ട്, ബ്ലെൻഡർ. ഇതൊക്കെ നമ്മളുടെ ഏജൻസി നമുക്ക് തന്നിട്ടുണ്ട്. ഏജൻസിയുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം പ്രൊമോഷനാണെന്ന് വിചാരിച്ചാൽ. നമുക്ക് പിന്നെ ചെറിയൊരു കുളിമുറി, ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇരുന്ന് സാധിക്കാനും നിന്ന് കുളിക്കാനും നമുക്ക് പരിപാടി ഉണ്ട്. പിന്നെ ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഗരാജ്. പിന്നെയും നമ്മൾ അവിടേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങാണ്ട് പോകണ്ടെന്നുള്ളത് കൊണ്ടും വ്ളോഗ് ഇവിടെ വെച്ച് ഞാൻ തീർക്കുന്നു.